പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ആർഭാടമേ ഉള്ളൂ. ഭക്ഷണത്തിലും വസ്ത്രത്തിലും പെരുമാറ്റത്തിലും എല്ലാം ആഡംബരം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഇസ്ലാമിക ജീവിതം എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ, എനിക്ക് ഇസ്ലാമികമായ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹമുണ്ട് ഉസ്താദെ, എന്തോ വേണം എന്നൊരാൾ ചോദിച്ചാൽ, ഒരു പെങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ, ഉസ്താദെ ഇസ്ലാമികമായി ജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരൊറ്റ മൂലി ഹബീബ നബി തങ്ങൾ പറഞ്ഞു തന്നു, തർക്കുഹു മാ ലാ യഅനി. അത്യന്താപേക്ഷിതമല്ലാത്തത് മുഴുവനും ഉപേക്ഷിക്കുക, അത്യാവശ്യമുള്ളതേ ഉപയോഗിക്കാവൂ. ഭക്ഷണത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും പാർപ്പിടത്തിലാണെങ്കിലും യാത്രയിലാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും തർക്കുഹു മാ ലാ യഅനി, അത്യന്താപേക്ഷിതമല്ലാത്തത് ഉപേക്ഷിച്ചേക്കണം. ഭക്ഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മയുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വഫാത്തിൻ്റെ ശേഷം കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് എന്തോ അത്യാവശ്യത്തിന് അവരെ ക്ഷണിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചെന്നപ്പോൾ അവിടെ നല്ല നൈസ് ഒറട്ടിയും നല്ല മട്ടൻ കറിയും. ഷാഹിദിൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അവർക്കൊരു കുടുംബത്തിനൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. കൊല്ലൂറുളയിൽ ഞാൻ ഭക്ഷണം കഴിച്ച പല വീടുകളുമുണ്ട്. മുത്തഅല്ലിമായി ഓതിപ്പടിച്ച സമയത്ത് അതിൽ പല ഉമ്മമാരും പല ഉപ്പമാരും ഇന്ന് ഖബറിലാണ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് അന്നം തന്ന് ഇൽമു പഠിപ്പിച്ച ആ ഉമ്മമാരെയും ഉപ്പമാരെയും സ്വർഗവാസികളാക്കണേ അല്ലാഹ്. അതിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിൽ സുഖമില്ലാതെ ചികിത്സയിൽ കഴിയുന്ന ഉമ്മയും ബാപ്പയും ഒക്കെയുണ്ട്. അല്ലാഹുവേ, അവർക്ക് നല്ല ആഫിയത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഞാൻ പറഞ്ഞത് അങ്ങനെ നല്ല മിനുസമുള്ള ഒറട്ടിയും കറിയും ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്ക് കഴിക്കാൻ കൊണ്ടുവച്ചു. ആ സമയത്ത് ഒറട്ടി ഇങ്ങനെ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പിച്ചിയിട്ട് ഏങ്ങി കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, വീട്ടുകാർ പേടിച്ചുപോയി. എന്തായാലും ഈ ഭക്ഷണം വല്ല ഹറാമുമായിരിക്കുമോ? ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആയിഷ ഉമ്മയുടെ കരച്ചിൽ കണ്ടെല്ലാവരും കരഞ്ഞു. ചോദിച്ചുമ്മ, എന്താണ് പ്രശ്നം? അപ്പോഴാണ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും നൈസായ ഒരൊറട്ടി ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. എത്ര സങ്കടം വരും, എത്രമാത്രം സങ്കടം വരും. പരുക്കൻ ഉമിയും തൊലിയുമുള്ള ഗോതമ്പ് ചതച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പരുവപ്പെടുത്തി കഴിക്കുകയാണ് മുത്തനബി തങ്ങൾ. നല്ലപോലൊന്ന് മിനുസപ്പെടുത്തിയിട്ടോ ഭക്ഷണം സോഫ്റ്റ് വരുത്തിയിട്ടോ അതിലെന്തെങ്കിലും ടേസ്റ്റ് വരുത്തിയിട്ടോ ആരംഭപ്പൂവായ തങ്ങൾ കഴിച്ചിട്ടില്ല. ഇതെനിക്ക് തൊട്ടപ്പോൾ മുത്തനബി കഴിക്കാത്ത ഇത്രയും സുഖമുള്ള സോഫ്റ്റായൊരു ഭക്ഷണമാണല്ലോ എനിക്കൊരുക്കിയിരിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണെന്ന് ആയിഷ ഉമ്മ പറഞ്ഞ കഥയുണ്ടല്ലോ. ഓ മുഅ്മിനീങ്ങളെ, നമ്മളെത്രമാത്രമാണ് തിന്നുകൂട്ടുന്നത്, എന്തെല്ലാം വിഭവങ്ങളാണ് നാം ഭക്ഷിക്കുന്നത്. അതൊക്കെ ഒരു ഇസ്ലാമികമാകുന്ന മനോഹരമായ ജീവിതത്തിനെതിരാണ്. അത്തരത്തിലുള്ള വിവിധമാകുന്ന വർണ്ണങ്ങളും വിവിധ തരത്തിലുള്ള പൊരിച്ചതും കരിച്ചതും മറ്റതും ഒക്കെ അതൊക്കെ സൽക്കരിക്കുന്നതിന് നല്ലതാണ്. ഒരു ആലിമിനെ നമുക്ക് സൽക്കരിക്കാം, ഒരു കൊച്ചാപ്പായെ നമുക്ക് സൽക്കരിക്കാം, ഒരമ്മാവനെ നമുക്ക് സൽക്കരിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫൽ യുക്രിം ലൈഫഹു, അതിഥികൾ വരുമ്പോൾ അവരെ നിങ്ങൾ ആദരിക്കണം. അതിഥികളെ നിങ്ങൾ സൽക്കരിക്കുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആ ഒരു തഅലീമിന് വേണ്ടി ആദരിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ നിത്യജീവിതത്തിൽ അത് നിങ്ങൾ പതിവാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിക ജീവിതം അതാണ്. ഭക്ഷണത്തിൽ ഒരു കൃത്യതയും ഒരു പരിമിതിയും വരുത്തുക.
എപ്പോഴും ഏറ്റവും കൂടിയ ഭക്ഷണം വാങ്ങി എപ്പോഴും ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് മേടിച്ചിങ്ങനെ തിന്ന് മുടിക്കുക, അതൊരു ഇസ്ലാമിക ജീവിതം അല്ല. എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കണം. പൈസ ഉണ്ടെന്ന് കരുതി, പണമുണ്ടെന്ന് കരുതി യഥേഷ്ടം വാരി തിന്നരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്. നിങ്ങൾ ഒഴുകുന്ന പുഴയുടെ കരയ്ക്ക് നിന്നാലും ആവശ്യത്തിനുള്ള വെള്ളമേ ഉപയോഗിക്കാവൂ. ഒഴുകുന്ന പുഴയുടെ കരയ്ക്ക് നിന്ന് ഒളിവെടുത്താലും 3 പ്രാവശ്യമേ മുഖം കഴുകാവൂ. 4ാമതൊരു പ്രാവശ്യത്തിന് വേണ്ടി വെള്ളമെടുക്കരുത്. ഇതിനെന്താ ഉസ്താദ്, എടുത്താൽ നഷ്ടമൊന്നുമില്ലല്ലോ, ഇത് പുഴയല്ലേ, ഇത് കടലല്ലേ. മാഷാ അല്ലാഹ്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് ഒഴുകുന്ന പുഴയുടെ കരയിൽ നിന്നാലും അള്ളാഹു അത് കാണുന്നുണ്ട്. നിനക്ക് 3 പ്രാവശ്യമല്ലേ കൽപ്പിച്ചിട്ടുള്ളൂ, 4ാമത്തൊരു പ്രാവശ്യം ഒളിവെടുക്കാൻ പാടില്ല. ഇതുപോലെ വിശപ്പടക്കാനേ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളൂ, വിശപ്പടങ്ങുന്നതേ ഭക്ഷിക്കാവൂ. പിന്നെ വീപ്പറ്റം തിന്നുന്നത് ഇസ്ലാമിക ജീവിതമല്ല. ചുരുങ്ങിയത് 1/3 വയറ്റിൻ്റെ 1/3 നിറയ്ക്കാവൂ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പല സ്ഥലങ്ങളിൽ അത് പറയുന്നു. വയറ്റിൻ്റെ 1/3 നിറയ്ക്കാവൂ. അങ്ങേയറ്റം പോയാൽ പകുതി, അങ്ങേയറ്റം പോയാൽ 2/3 പെരുന്നാളിൻ്റെ അന്നൊക്കെ. അതിൻ്റെ അപ്പുറത്തോട്ട് ഫുള്ള് നിറച്ചിട്ട് അനങ്ങാൻ വയ്യാതെ കൊടവയറം വെച്ച് ഇങ്ങനെ ചാരികസേരയെ മലന്ന് കിടക്കുന്നത് പോത്തിൻ്റെ സ്വഭാവമാണ്, അത് മനുഷ്യനല്ല. ആയതിനാൽ പണമുണ്ടെന്ന് കരുതി ഭക്ഷണത്തിൽ ആഡംബരം കാണിക്കരുത്. നമുക്ക് ഒരു വീട്ടിൽ ആവശ്യമുള്ള ഭക്ഷണം എത്ര അതേ ഉണ്ടാക്കാവൂ. നാഴി അരിയുടെ ഭക്ഷണം മതിയാകുന്ന വീട്ടിൽ 2 നാഴി അരി ഇടരുത്. ഇടുന്നെങ്കിൽ കൊള്ളാം, അടുത്ത നേരത്തേക്ക് അത് കഴിച്ചോണം. കുറേ അരിയിട്ടങ്ങ് വെക്കുക, ആവശ്യമുള്ളത് കുറച്ച് കഴിക്കുക, ബാക്കി കൊണ്ടുപോയി എവിടെയെങ്കിലും കൊട്ടി തട്ടുക. മഅദല്ലാഹ്, പടച്ചവൻ കാക്കട്ടെ. അപ്പോഴാണ് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട നൗഫൽ ഹാജിയുടെ വാപ്പ മുഹമ്മദ് സ്വാലിഹ് എന്ന മനുഷ്യനെ ഓർമ്മ വരുന്നത്. കുറച്ച് 2 ആഴ്ച കഴിഞ്ഞല്ലോ വഫാത്തായിട്ട്. അദ്ദേഹം എത്ര വലിയ സേവനം ചെയ്ത ആളാണെന്നറിയുമോ? അദ്ദേഹം പാവപ്പെട്ടവരുടെ വീടുകൾ തേടിയിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നൊരു സേവകനാണ്. 1 ദിവസമല്ല, 2 ദിവസമല്ല, മാസങ്ങളോളം അത് ദൈനംദിന ജീവിതമാണ്. എത്രയോ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണം ഇങ്ങനെ കൊണ്ടുകൊടുത്ത് വിശപ്പടക്കുന്ന മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ ആരാമം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ സുദീർഘമായി അങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇസ്ലാമികമായ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തർക്കുഹു മാ ലാ യഅനി, അത്യാവശ്യമല്ലാത്തതൊക്കെ ഉപേക്ഷിക്കുക. വസ്ത്രം, പെണ്ണുങ്ങളൊക്കെ എത്ര വസ്ത്രം, ഓരോ ദിവസത്തേക്കും ഓരോ വസ്ത്രം ധരിക്കുന്നവർ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊക്കെ എന്തൊരു ജീവിതമാണ്. 6 മാസത്തിൽ ഒരു ജോഡി, അതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. ഒരു കൊല്ലത്തിൽ 2 ജോഡി. ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കേണ്ട വസ്ത്രം 6 മാസത്തിൽ അവൾക്കാവശ്യമാകുന്ന എല്ലാ വസ്ത്രങ്ങളും ഒരു ജോഡി വാങ്ങിക്കൊടുക്കുക. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടേ വസ്ത്രം വാങ്ങിക്കൊടുക്കാവൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വസ്ത്രമെന്ന് പറഞ്ഞതിൽ അതിൻ്റെ നിയമം ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ കടപ്പാടുകൾ, പുതപ്പ്, തലയണ, വിരിപ്പ്, ഷോക്സ് എല്ലാം വാങ്ങിക്കൊടുക്കണമെന്നാണ്. അതൊക്കെ ഇരിക്കട്ടെ, അത് പിന്നൊരു ദിവസം നമുക്ക് പറയാം. ഏതായിരുന്നാലും അത് 6 മാസത്തിൽ ഒരു ജോഡി ആവശ്യമുള്ള മാറി ഉടുക്കുന്ന വസ്ത്രങ്ങൾ, അല്ലാത്തത് കൊല്ലത്തിൽ തന്നെ 1 മതി. ഇങ്ങനെ ജീവിക്കണം. ആണുങ്ങൾ പാൻറ് ഉപയോഗിക്കുന്ന കുട്ടികൾ, അല്ല അതുപോലെ തന്നെ ഷർട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾ പോകുമ്പോഴെല്ലാം 150 രൂപയുടെ ഒരു വസ്ത്രം വാങ്ങും. എങ്ങോട്ട് തിരിഞ്ഞാലും 300 രൂപയുടെ ഒരു പാൻറ് മേടിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പട്ടിണി കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്, ഉടുതുണയില്ലാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് പണമുണ്ടെന്ന് കരുതി പോകുന്ന വഴിയിൽ കാണുന്ന കടകളിൽ തൂക്കിയിട്ടിരിക്കുന്നത് മൊത്തം ചില പെണ്ണുങ്ങളുണ്ട്. വണ്ടി ഓടിച്ചു പോയാൽ ഒന്ന് നിർത്തിയേ, ആ മാക്സി ഉള്ള അതൊരെണ്ണെനിക്ക് മേടിച്ചു തരണം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അതോ ആ ഓയിലും ഉള്ള അതൊന്നും എനിക്ക് മേടിച്ചു തരണം. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ചെരുപ്പിൻ്റെ കട, നല്ല ഉപ്പുറ്റി പൊക്കമുള്ള ചെരുപ്പ്, അത് 2 ജോഡി മേടിച്ചു, ഒന്ന് ചിലപ്പോൾ മറിഞ്ഞ് വീണാലും മറ്റൊരെണ്ണം ഇടാമല്ലോ, അവർ 2 മേടിച്ചു തരണമെന്ന് പറയും. പിന്നെ അങ്ങോട്ട് ഒരു പൂക്കട, ആ തലയെ വെക്കാനും പിന്നെ കുഞ്ഞിന് വെക്കാനും കുഞ്ഞിന് വെക്കാനും ഒരു 3-4 ജോഡി പൂ വാങ്ങിച്ചു തരണേ, അത് മേടിപ്പിക്കും. ഈ വണ്ടി ഇന്ന് കൊല്ലത്തും എത്തൂല, എറണാകുളത്തും എത്തൂല.
പോകുന്ന കട മുഴുവനും നിർത്തി ഇങ്ങനെ സാധനം മേടിക്കുന്ന ദുഷിച്ച സ്വഭാവമുള്ള പെണ്ണുങ്ങൾ. ആ ഭർത്താവിൻ്റെ പാക്കറ്റ് മൊത്തവും മൊട്ടയടിപ്പിക്കുകയും ചെയ്യും, കുടുംബം തോണ്ടുകയും ചെയ്യും. ജീവിതത്തിലൊരു സുഖം ഉണ്ടാവില്ല, അള്ളാഹുവിനെ പേടിക്കുന്നില്ല. നല്ല പെണ്ണുങ്ങൾ എന്തു പറയും? ഭർത്താവ് നിനക്ക് അതുകൂടെ അതിപ്പം വാങ്ങണ്ട, എനിക്കിപ്പോൾ ആവശ്യത്തിനുണ്ട്, അതിപ്പോൾ വേണ്ട, ഞാൻ ആവശ്യമുള്ള പെങ്ങളോട് പറയാം. സാലിഹത്തായ പെണ്ണ്, അതാണ് സാലിഹത്തായ പെണ്ണ്. പോകുന്ന വഴിക്ക് കാണാം ഫ്രൂട്ട്സ് കട, പോകുന്ന വഴിക്കൊക്കെ പേരക്ക നിർത്തി 1 കിലോ പേരയ്ക്കും, പിന്നെ അങ്ങോട്ട് ആപ്പിൾ 1 കിലോ ആപ്പിൾ മേടിച്ചാൽ, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വേറെ എന്തെങ്കിലും കപ്പയ്ക്ക അത് 1 കിലോ ഇങ്ങനെ ചെറുക്കനെ കൊണ്ട് പാവപ്പെട്ട വിചാരിച്ചാണ് പെണ്ണ് കെട്ടണ്ടായിരുന്നു. ഏതായിരുന്നാലും അവൻ കെട്ടിക്കുടുങ്ങി. പിന്നെ ദയവ് ചെയ്ത് ഈ പെണ്ണിനെയും കൊണ്ട് ദയവ് ചെയ്ത് പുറത്ത് പോകരുത്. പോന്നെങ്കിൽ തന്നെ രാത്രിയെ പോകാം, എല്ലാ കടയും അടച്ചിട്ട് രാത്രി 12 മണിക്ക് ശേഷം കൊണ്ടുപോകാം. എന്നാൽ പിന്നെ കുറച്ച് ചിലവ് കുറഞ്ഞിട്ടു. എന്നാലും ഇപ്പോൾ നൈറ്റ് കടകളൊക്കെ ഉണ്ട്, A1 ചായ B1 ചായ എന്നും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ അവിടൊക്കെ ചവിട്ടാൻ പറയും. ഏതായിരുന്നാലും അങ്ങനെ പോകട്ടെ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞ തർക്കുഹു മാലായ ഇനി മോളെ, അത്യാവശ്യമില്ലെങ്കിൽ ആ ഭർത്താവിനെ മെനക്കെടുത്തിക്കരുത്. അത്യാവശ്യമില്ലെങ്കിൽ പാപ്പാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പിക്കരുത്. ഭക്ഷണമാണെങ്കിലും മതി, വസ്ത്രമാണെങ്കിലും നിയന്ത്രിക്കണം. പാർപ്പിടം ഇന്ന് പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു റൂം ആവശ്യമുള്ളവൻ 2ാമത്തെ റൂം പണിയരുത്. ആ റൂം നീ എന്തിന് പണിഞ്ഞു എന്ന് അള്ളാഹു ചോദിക്കും. ആ റൂമിന് വേണ്ടി ചെലവഴിച്ച കമ്പിയും സിമന്റിനും പൈസ എന്തിന് ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. ഇത് എൻ്റെ അനിയത്തിയുടെ വീട് 2 നിലയാണ്, അപ്പോൾ എനിക്ക് 3 നിലയുള്ള വീട് വേണം. എൻ്റെ എറണാകുളത്ത് കെട്ടിച്ച എൻ്റെ നാത്തൂനിക്ക് വീട് 4 നിലയാണ്, അപ്പോൾ എനിക്ക് 5 നിലയുള്ള വീട് വേണം. ഇങ്ങനെ ഫഹ്ർ ആഡംബരം പറഞ്ഞിട്ട് പണയം വെച്ച്, പൊന്നെടുത്ത് പണയം വെച്ച്, വസ്തു കൊണ്ടുപോയി വിറ്റ്, എന്തൊക്കെയോ കടപ്പെടുത്തിയിട്ട് അമ്പരചുംബി മാളികകൾ പണിയിപ്പിക്കുകയാണ്. മഅദല്ലാഹ്, ഓരോ റൂമും നിനക്ക് റബ്ബിൻ്റെ മുമ്പിൽ പാരയാണ്. സമാധാനം പറയേണ്ടി വരും. തർക്കുഹു മാലായ ഇനി. അതുകൊണ്ട് ഉമ്മമാരെ, അത്യാവശ്യം അവനവൻ്റെ നിലവാരത്തിനോട് യോജിച്ചൊരു വീട് വെക്കുന്നതിന് ശറഅ് എതിരല്ല. പക്ഷെ അത് ആഡംബരം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുത്. ആവശ്യമില്ലാത്ത റൂമുകൾ ഇറക്കരുത്. നിലകൾ കെട്ടിപ്പൊക്കി പണം ചെലവഴിച്ച് നശിപ്പിക്കരുത്. ഇപ്പോഴും 4 കാല് കുഴിച്ചിട്ടൊരു ടെൻ്റടിച്ച് കിടക്കാൻ കഴിയാത്ത അഹ്ലു ബൈത്തുണ്ട് ഇവിടെ, സാധാരണക്കാരുണ്ട് ഇവിടെ, പട്ടിണി പാവങ്ങളുണ്ട്, യതീമകളുണ്ട് ഇവിടെ. കണ്ണു തുറന്നു നോക്കണം. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ കരുണ ചെയ്യുവീൻ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. വല്ലാഹു ഫീ ഔനിൽ അബ്ദി. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അവൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അവനെ അല്ലാഹു തആല സഹായിച്ചു കൊണ്ടിരിക്കും. ആയതിനാൽ നമ്മളുടെ ഒരു ചെറുപ്പക്കാരുടെ സംഘം ഈ കാലഘട്ടത്ത് വളർന്നു വരുന്നുണ്ട്. ആ ചെറുപ്പക്കാർ അള്ളാഹുവിനെ അനുസരിക്കുന്നവരും ഇസ്ലാമിക ചിട്ടയുള്ളവരും മാന്യവും മഹത്വമുള്ളവരായി മാറാൻ നമ്മൾ ഇത്തരത്തിലുള്ള വേദികളും അവസരങ്ങളും അവർക്ക് കൊടുത്ത് ഇസ്ലാമികമായ സംസ്കാരം, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാതാപിതാക്കളിലേക്ക് ചേർത്തി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് നിനക്കും ബാധകമാണ്. നീ അടുത്തൊരു മാതാവോ പിതാവോ ആവാൻ പോവുകയാണ്. ഈ ചിട്ടയിലൂടെ വളർന്നെങ്കിൽ മാത്രമേ നിനക്കും ഇസ്ലാമിക സംസ്കാരം നേടാൻ കഴിയുകയുള്ളൂ. ഒരൊറ്റ വഖ്ത് നിസ്കാരം മുടക്കാതെ, സുന്നത്ത് നിസ്കാരങ്ങൾ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട്, ഒരൊറ്റ നോമ്പ് ഖളാ ആക്കാതെ, സുന്നത്ത് നോമ്പുകളടക്കം പിടിച്ചുകൊണ്ട് നീ മാതൃകായോഗ്യനായി മാറണം. മറ്റുള്ളവർക്ക് നീ സേവനം ചെയ്യണം. ഉമ്മയോടും വാപ്പയോടും പൂർണ്ണമായി അനുസരണ പാലിക്കണം. അനുസരണയില്ലാത്ത മക്കൾ നരകത്തിൽ പോകുന്നവരാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം റിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. പക്ഷേ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പൊരുത്തം കിട്ടണമെങ്കിൽ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയെങ്കിലേ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുള്ളൂ. പാസ്പോർട്ട് ഉണ്ടെങ്കിലേ വിസ അടിച്ചു കിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ മാതാപിതാക്കളുടെ പൊരുത്തമുള്ളവനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആൺമക്കളും പെൺമക്കളും നല്ലവരാകാൻ ആഗ്രഹിക്കേണ്ടത് ഈ ഉമ്മയെയും വാപ്പയെയും അനുസരിച്ചു കൊണ്ടാണ്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം എന്ന പേരിൽ
വിദ്യാഭ്യാസമല്ല ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ അടക്കം ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയോ കലാപരിപാടികളാണ്. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നശിക്കുന്ന പ്രവണതകൾ, എന്തൊക്കെയോ പുതിയ പേരുകളിട്ടുകൊണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, പ്രായപൂർത്തിയായ ശരീരം വളർന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയിരുത്തി ഒരു ബെഞ്ചിൽ ഇടകലർത്തിയിരുത്തി പഠിപ്പിക്കണമെന്ന് പറയാൻ നാക്ക് പൊങ്ങുന്ന ഭരണാധികാരികളാണ് ഈ രാജ്യത്തെങ്കിൽ, ഈ സംസ്ഥാനത്തെങ്കിൽ ഏത് കാലത്താണ് ഈ നാട് നന്നാവുക? ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആണിനെയും പടച്ചത് പെണ്ണിനെയും പടച്ചത്. അല്ലാഹു പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. നബിയെ, ആണുങ്ങളോട് പറയണം പെണ്ണുങ്ങളെ കണ്ണു തുറന്ന് നോക്കരുത്. അതുപോലെ നബിയെ കുല്ലിൽ മുഅ്മിനാത്തി, പെണ്ണുങ്ങളോട് പറയണം യഗ്ളൂന മിൻ അബ്സാരിഹിന്ന, കണ്ണു തുറന്ന് ആണുങ്ങളെ നോക്കരുത്. ആണും പെണ്ണും നോക്കിയാൽ അന്നളുറു സഹുമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ വികാരം ഊട്ടപ്പെട്ട നോട്ടമായിരിക്കും അതെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. വികാരം വിഷമാണ്, വികാരം വിഷമാണ്. ആ വികാരം പരസ്പരം പങ്കുവെച്ചാൽ വിഷം കുടിച്ച് ചാവുന്നത് പോലെ രണ്ടുപേരും ചത്തുപോകും. അതുകൊണ്ട് ആണിൻ്റെ നോട്ടത്തിലും വിഷമുണ്ട്, പെണ്ണിൻ്റെ നോട്ടത്തിലും വിഷമുണ്ട്. അത് മനുഷ്യരുടെ പ്രകൃതിയാണ്. വൈകാരികമാകുന്ന നോട്ടവും വൈകാരികമാകുന്ന ഇടപെടലും ഉണ്ടാകും. അടുത്തിരിക്കുന്ന വളർച്ചയെത്തിയ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. അവർ പരസ്പരം ശാരീരികമായി തൊട്ടും തടവിയും അവരുടെ വൈകാരിക പ്രസരിപ്പുകൾക്ക് സമാധാനം കണ്ട് ആസ്വദിച്ച് പിരിയുന്ന ലോകമുണ്ടാകും. അവസാനം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അധ്യായം പോലും ഒരു കുട്ടിയും പഠിക്കാനുണ്ടാകില്ല. അവർ വികാര വിപ്ലവത്തിൻ്റെ അടിമകളായി, ലൈംഗിക തൊഴിലാളികളായി, പ്രേമ കാമുകന്മാരായി മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന, സമുദായത്തിൻ്റെ മുഴുവൻ സംസ്കാരവും നശിപ്പിക്കുന്ന, മതത്തിൻ്റെ നിയമങ്ങളെ ചവിട്ടിത്തള്ളുന്ന ഒരു സമുദായം ഇവിടെ വളർന്നു വരും. ഇതാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ തിക്തഫലം. ഇത് നാം മനസ്സിലാക്കണം. അതൊക്കെ കുറേ പറയാനോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഭൗതിക ഭ്രമത്തിൻ്റെ അടിമകളായി ചെറുപ്പക്കാരെ വിടരുത്. ഒരു കാര്യം കൂടി പറയട്ടെ, ഏറ്റവും വലിയ അപകടം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകളാണ്. ഈ മൊബൈലുകളാണ് വ്യഭിചാരം വിളിച്ചു വരുത്തുന്നത്. ഈ മൊബൈലുകളാണ് കാമുകന്മാരെ സംവിധാനിക്കുന്നത്. ഏത് കുന്നം പാതിരാത്രിയും ഏത് പെൺകുട്ടിയെയും ഇറക്കി വിളിച്ചു കൊണ്ടുവരാൻ ഇന്ന് കതകിന് പോയി മുട്ടേണ്ടതില്ല. ഫോണിൽ വിളിച്ചിട്ട് ഞാൻ നിൻ്റെ വീട്ടുപടപ്പിനുണ്ട്, നീ ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ അവൾ ഇറങ്ങിപ്പോകുന്നു. മാതാപിതാക്കൾ കണ്ണീരും കയ്യുമായി മാറുന്നു. ഇത്തരത്തിലുള്ള ആണിനെയും പെണ്ണിനെയും എപ്പോഴും വിളിക്കാനും എന്തും പുലമ്പാനും ഏത് സംസ്കാരമില്ലാത്ത നടപടികൾ സ്വീകരിക്കാനും സംവിധാനങ്ങളുള്ള സാധനമാണ് ലേറ്റസ്റ്റ് മോഡേൺ ഫോണുകൾ. ഇത് വിഷമാണ്, അപകടമാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്ത് നശിപ്പിക്കരുത്. പാലുകുടി മാറാത്ത കൊച്ചുമക്കൾ പോലും അശ്ലീല സെക്സ് റെക്കോർഡുകൾ കണ്ട് അവർ ഈ വേദിയിൽ പറയാൻ പറ്റാത്ത രൂപത്തിൽ അവർ മാതാപിതാക്കളുടെ അണിയറ രഹസ്യങ്ങൾ പോലും പാത്തിരുന്ന് കണ്ടാസ്വദിക്കുന്ന നാണം കെട്ട, അല്ലെങ്കിൽ മനുഷ്യത്വം നശിപ്പിക്കപ്പെട്ട ഒരു തലമുറയെ സംവിധാനിക്കുന്ന സാധനമാണ് ഈ നജസ്, ഈ അഴുക്ക് പിടിച്ച ഈ സാധനം. അതുകൊണ്ട് അത് കൊടുത്തില്ലെങ്കിൽ മോൻ കരയും, മോള് ഭക്ഷണം കഴിക്കൂല. അത്തരത്തിലുള്ള ഉപരോധങ്ങളൊക്കെ ഒന്ന് സഹിച്ചാലും വേണ്ടിയില്ല, മക്കൾക്കൊരു പരിധി എത്തുന്നതുവരെ അതൊന്നും കൊടുക്കരുത്. ഇപ്പോൾ പാലുകുടി മാറാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ കരച്ചിലടക്കാൻ വേണ്ടി കൊടുക്കുന്നതും ഈ വലിയ ലേറ്റസ്റ്റ് മോഡേൺ സാധനമാണ്. എന്നാലേ പിള്ളേർക്കറിയും, പാപ്പാക്കും ഉപ്പുപ്പാക്കും അറിയാതെ കൊച്ചു കുഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞിനറിയാം എന്തോ ഞെക്കിയാൽ എന്തോ വരുമെന്ന്. നമുക്കറിയില്ല. പിള്ളേർ പറയും ഉപ്പുപ്പ ഇങ്ങോട്ട് ഞങ്ങൾ ഞെക്കിത്തരാം. ഉപ്പുപ്പാക്ക് എന്തോ ആകാശം കാണണോ ഭൂമി കാണണോ എന്താ വേണ്ടേ? പിള്ളേർക്ക് ഇതെല്ലാം അറിയാം. അങ്ങനത്തെ ഒരു കാലം, സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും അള്ളാഹു കാക്കട്ടെ. ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് മക്കൾ സ്വാലിഹാക്കിയെടുക്കുക എന്നത്. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ മതവിദ്യാഭ്യാസം നിർബന്ധമായി കൊടുക്കണം. മതവിദ്യാഭ്യാസത്തിലൂടെ ഇന്ന് മക്കളെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ.
വടികൊണ്ടോ തടികൊണ്ടോ തല്ലുകൊണ്ടോ കെട്ടിയിടൽ കൊണ്ടോ ഒന്നും മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ല. മക്കൾക്ക് ആത്മീയമായ ഭയം കൊടുത്ത്, ആത്മീയമാകുന്ന സൂക്ഷ്മത കൊടുത്ത്, ആത്മീയമാകുന്ന അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ച്, റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച്, ഉമ്മയോടുള്ള ബഹുമാനം പഠിപ്പിച്ച്, വാപ്പയോടുള്ള സ്നേഹം പഠിപ്പിച്ച്, ജാതി മത ഭേദമന്യേ മനുഷ്യരോട് കാണിക്കേണ്ട മതമൈത്രിയെക്കുറിച്ച് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ മക്കളെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വൈജ്ഞാനിക കലവറകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് മക്കളുടെയൊക്കെ ചെറുപ്പകാലത്തിൻ്റെ സംസ്കാരം സമ്പുഷ്ടമാക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.